ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലോടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ കാക്കാത്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു സീ ഷോർ ഫാം ഹൗസ് ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരു ദിവസത്തെ എൻജോയ്മെൻറ്റ്. അവിടുത്തെ കാഴ്ച വിശേഷമായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ. പോവാം. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 3 വീടിയ റൂട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം 6 കിലോമീറ്റർ കഴിയുമ്പോൾ നോക്കണം കേട്ടോ. ഇതുപോലെ ഒരു ബോർഡ് കാണാം, കാർത്താനിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴി. അതിൽ വേണം കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തെത്താനായിട്ട്. കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം സീ ഷോർ ഫാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിലം വലത്തെ സൈഡിലാണ് കേട്ടോ നമുക്ക് പാർക്കിങ് വരുന്നത്. പാർക്കിങ്ങിനൊന്നും ഇവിടെ പൈസ ഈടാക്കണില്ല. അതുപോലെ എൻട്രൻസ് ഫീ ഫ്രീ ആണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ കാണാം ഇങ്ങനെ അടിപൊളി മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം തന്നെയാണ്. പണ്ട് കാലത്തെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടില്ലേ ജംഗിൾ ബുക്ക്, അതിലത്തെ മൗഗ്ലിയും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് പാർക്കാണ് കേട്ടോ, കുട്ടികളുടെ പാർക്ക്. കുട്ടികൾ കളിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. പുറത്തുനിന്ന് വരുന്നവരെ ആകർഷിക്കാനായിട്ട് ഈ കോഴി ഇനത്തിൽ പെടുന്ന പല ഇനത്തിൽ പെടുന്ന കോഴികൾ കേട്ടോ. ഞാനൊന്നും ഇതിങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കോഴീനെ കാണുന്നത്. കോഴിയാണെന്ന് പറഞ്ഞവർ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ. അതിവിടെ തന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ കുതിരപ്പുറത്ത് കയറുന്നവർക്ക് അതിന് കയറാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് വരുന്ന റേറ്റും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞങ്ങൾ വന്ന് പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു മഴ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ ഒന്ന് കയറാനുള്ള ഒരു അവസരം കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, മഴ നിൽക്കാണ്ട് പെയ്യായിരുന്നു. ഇടയ്ക്കിട്ട് മഴ നിൽക്കും പിന്നെ വരും, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. ഈ ട്രെയിനൊക്കെ ഇവിടെ നിന്നാണ്. നിങ്ങൾക്ക് കയറുകയാണെങ്കിൽ ഇതിൽ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
ഏകദേശം 20-22 ഏക്കറിലാണ് കേട്ടോ ഈ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. കാറിലിങ്ങനെ ഇങ്ങനത്തെ ചെറിയ ടോയ് കാറൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ, വലിയവർക്ക് പറ്റില്ല. ഇതിൻ്റെ മുകളിൽ കയറുന്നിട്ട് വളരെ അഭ്യാസങ്ങളില്ല. അത് കഴിഞ്ഞാൽ ഇത് വലിയവർക്കൊക്കെ കയറാൻ പറ്റുന്നതാണ് കേട്ടോ. യന്ത്രഞ്ഞാൽ അതുകൊണ്ട് അത് ആൾക്കാരായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ഓപ്പറേറ്റ് ചെയ്യും. നേരം പോകാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചവിട്ട് പോട്ടുണ്ട്, അങ്ങനെ അത് അപകടമില്ല. കാരണം താഴ്ച കുറവാണ്, അതുകൊണ്ട് അപകടം ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും വീണാൽ തന്നെ നല്ല സേഫ്റ്റിയാണ്. ഒട്ടകത്തിൻ്റെ പ്രതിമയല്ല കേട്ടോ, അത് ഒട്ടകം തന്നെയാണ്. കണ്ടോ, അത് പ്രതിമ നിൽക്കണ പോലെ നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതുകൂടാതെ ഇതിൻ്റെ ഇവിടെ തന്നെ ഏകദേശം 10-200 പശുക്കളെ വളർത്തുന്ന ഒരു ഫാം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല, അവിടെ ഫാം ഇപ്പോൾ നിലവിലുണ്ട്. ഞങ്ങൾ വന്ന സമയം തൊട്ട് ഏകദേശം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരുന്നു. നമ്മുടെ ഇതിൽ കയറാനൊന്നും പറ്റാനില്ലല്ലോ. പിന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഒരു ചായക്കടയുണ്ട്, സ്നാക്സ് കഴിക്കാം. അതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയൊരു ഗുഹയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി ആ കാഴ്ചയും കണ്ട് അപ്പുറത്തോടെ കണ്ട് വരാൻ പറ്റും കേട്ടോ. മഴ സമയമായതുകൊണ്ട് മാത്രം കേട്ടോ ഈ ചവിട്ട് ബോട്ടിലൊന്നും ആൾക്കാരില്ലാത്തത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാണ് പറയണേ. ഇപ്പം മഴ കാരണം ആരും കയറിയിട്ടില്ല ഇതിൽ. പിന്നെ ഇവിടെ വരുന്നത് ഇതേ കണ്ടില്ലേ, ചെടികൾ, മരങ്ങൾ, എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ കേട്ടോ. അതിങ്ങനെ അത്ര കണ്ണെത്താ ദൂരത്താണ് ഇങ്ങനെ അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ളത് നഴ്സറി. അത്രയ്ക്കും ഭംഗിയിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണെത്താ ദൂരത്തിലേക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല, അത്ര മാത്രമുണ്ട്.
ഇപ്പോൾ പുറത്തെ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഒരു ദിവസം കൊണ്ട് വരണം കേട്ടോ. നാട്ടിൻ പുറത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫാം ഹൗസിലത്തെ കാഴ്ചയും വിശേഷങ്ങൾ കണ്ടില്ലേ. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.